നീ തന്നെ രക്ഷിക്കണമെന്ന് മഹാപ്രഭുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഥാപാത്രം. സാഹിത്യവും നൃത്തവും അതുപോലെ തന്നെ സംഗീതവും കൂടി ചേർന്ന് വരുമ്പോൾ എങ്ങനെയുണ്ടാകും? അങ്ങനെയുള്ള ഒരു കലയാണ് യക്ഷഗാനം. അത് ഈ കലോത്സവത്തിൽ ഒരുപാട് കുട്ടികൾ വളരെ ഭംഗിയായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ ഈ വേദി 14 കരുവന്നൂർ പുഴയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അർത്ഥമറിഞ്ഞാണോ ഇവർ ഈ അവതരണം നടത്തുന്നതെന്നറിയാൻ നമുക്കൊന്ന് അണിയറയിലേക്ക് പോകാം. അരങ്ങിലും രസം അണിയറയിലാണ്. ഓരോ വേഷത്തിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ടല്ലേ? യക്ഷഗാനം എന്താണെന്നൊക്കെ അറിയോ? അറിയത്തൊന്നുമില്ലായിരുന്നു, പിന്നെ പഠിച്ചങ്ങ് എടുത്തു. ഇതേത് കഥാപാത്രമാണ്? അസുര വേഷമായ പാഞ്ചജന്യം എന്ന് പറഞ്ഞ്. രോഷത്തോടെ ആയിരിക്കുമോ പ്രത്യക്ഷപ്പെടുക വേദിയിൽ? അതെ അതെ. ബല്ലിരേനയ്യ ഈ ജലരാശിಗೆ ಯಾರಂತ ಕೇಳಿದ್ದೀರಿ ಹಾಗೆ ಸರಿ. ഇതിന്റെ അർത്ഥം എന്താ? അർത്ഥം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചോദിച്ചറിയില്ല, എന്നാലും നമ്മൾ പഠിച്ചെടുത്തു. അവതരണം കഴിഞ്ഞ യക്ഷഗാനത്തിലെ വിഷ്ണുവാണ് എനിക്കൊപ്പം. വിഷ്ണുവിന്റെ ഒരു സംഭാഷണം പറയാമോ ഇപ്പൊ അവതരിപ്പിച്ചത്? പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കദ ധർമ്മ സംസ്ഥാപനാഥായ സംഭവാമി യുഗേ യുഗേ. സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞങ്ങൾക്ക് അങ്ങനെ അർത്ഥം പറഞ്ഞു തന്നിട്ടില്ല. ഇടുക്കി ജില്ലയിൽപ്പെട്ട കുമാരമംഗലം സ്കൂളിലെ 2 അധ്യാപകരും അതോടൊപ്പം 3 പേര് വേഷമിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ 3 പേരിൽ ഒതുങ്ങുന്നില്ല. ടോട്ടല് 7 പേരാണല്ലേ വേദിയിലേക്ക് കയറുക. റെഡിയായോ? റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഈ റെഡിയായിരിക്കുന്ന ഓരോരുത്തരുടെയും വേഷവിധാനം എന്ന് പറയുന്നത് ഓരോ കഥാപാത്രമായിട്ടാണ്. ആ കഥാപാത്രം പറയുന്ന സംഭാഷണമൊക്കെ കന്നഡയിൽ പഠിച്ചെടുക്കാൻ എത്ര സമയമെടുത്തു? കന്നഡയിൽ ബൈഹാട്ട പഠിച്ചെടുത്തേ. ഇങ്ങനെ മലയാളത്തിൽ എഴുതി പഠിച്ചോ? മലയാളത്തിൽ സാറ് ഡയലോഗ് പറഞ്ഞു തന്നു, ഞങ്ങളത് മലയാളത്തിൽ എഴുതി, എന്നിട്ട് അത് ബൈഹാട്ടാക്കി പഠിച്ചു. ഒരു ഡയലോഗ് പറയോ? അതായത് ഏറ്റവും പഞ്ചിൽ പറയേണ്ട ഒരു ഡയലോഗ്. ಸತಿ ಸದ್ಬೋಧಿನಿ ಈ ವಾರಣಾಸಿಯ ಪುಣ್ಯಭೂಮಿಯಲ್ಲಿ ಗುರುಮಠವನ್ನು ನಿರ್ಮಿಸಿ ಹಲವು ಮಕ್ಕಳಿಗೆ ವಿದ್ಯೆಯನ್ನು ದಾರಿಯೇರೆದು. അപ്പോൾ ഗുരുവാണ് ഇത് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് സദ്ബോധിനി ആയിരിക്കും. സദ്ബോധിനിയുടെ പേരെന്താ? അൽഫിദ. ഇതിനുള്ള മറുപടി കൊടുക്കണ്ടേ? അപ്പോൾ എന്താ മറുപടി? സ്വാമി പിന്നെ കുറച്ച് ഇതായിട്ട് സാധാ ടോക്കേറ്റീവ് ആയിട്ട് സംസാരിക്കണേ ഉള്ളൂ. ആണ്, അതൊന്ന് പറയോ? വേദിയിൽ പറയുന്ന പോലെ സദ്ബോധിനി സംസാരിക്കുന്നു. ಸ್ವಾಮಿ ಮಗನೇ ಶ್ರೀಕೃಷ್ಣ, ನಿನ್ನ ಮಾತನ್ನು ಕೇಳಿ ಆನಂದಿದಳಾದೆ. ಮಗನೇ, ನನ್ನ ದುಃಖವನ್ನು ನಿನ್ನಲ್ಲಿ ಹೇಳದೆ. ദൂതനോട് കൂടി ചോദിക്കാം. ദൂതന് വലിയ ചെവികളും ഒക്കെ ഉണ്ട്. എന്താ ഇതിന്റെ ഒരു റെപ്രസെന്റേഷന്റെ ഒരു അർത്ഥം എന്താ? അത് ഈ യമന്റെ ദൂതനായിട്ടാണ് എന്നെ ഇതാക്കിയത്. അപ്പൊ രാക്ഷസിനെ പോലെ കാലപുരിയിൽ നിന്ന് വരുന്ന ദൂതനാണോ? അങ്ങനെ വൃത്തി അറിയില്ല. ടീച്ചർക്ക് കന്നഡ അറിയോ? ഇല്ലില്ല, ಗೊತ್ತಿಲ್ಲ. കന്നഡ അറിയില്ലെന്ന് എങ്ങനെയാ? ഒന്ന് കന്നഡ പറയാൻ പറ്റുമോ? ಗೊತ್ತಿಲ್ಲ. ടീച്ചർക്ക് കന്നഡ ಗೊತ್ತಿಲ್ಲ, എനക്കും കന്നഡ ಗೊತ್ತಿಲ್ಲ. നമ്മൾ നേരത്തെ കണ്ടത് ഒരുങ്ങിക്കഴിഞ്ഞിട്ടുള്ള ശ്രീകൃഷ്ണനെയും സദ്ബോധിനിയൊക്കെയാണ്. ഒരുങ്ങുന്നതിന് മുൻപ്, അതായത് ആദ്യഘട്ട മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം അവരെങ്ങനെയാണെന്നുള്ളത് കൂടി നോക്കാം. കോട്ടയം കിടങ്ങൂരിലെ കുട്ടികളാണ്. ഇത് ശ്രീകൃഷ്ണനാണ് അല്ലേ? ഇത് പാഞ്ചജൻ, ബലരാമൻ. അപ്പോൾ ഇത് സദ്ബോധിനി. സുജയ പാർവതിയെ കാണാനില്ല. അപ്പോൾ അവിടുന്ന് യക്ഷഗാനം കാണണമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. എല്ലാ വേദി നോക്കിയോ? പരമാവധി നോക്കി. അപ്പോൾ യക്ഷഗാനം കാണണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഉണ്ടോ നമുക്ക് നോക്കാം. യക്ഷഗാനം ആസ്വദിക്കാൻ സാധ്യതയുണ്ടോ സുജയ? എന്തെങ്കിലും അറിയുമോ എന്തോ, നമുക്ക് നോക്കാം. അതെ സുജയ, അല്ല ഈ യക്ഷഗാന വേദിയിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ടല്ലോ, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ആധികാരികമായിട്ട് അറിയാഞ്ഞിട്ടാണോ? അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ അറിഞ്ഞിട്ടല്ലേ പറയണത്? അതാണ്. എന്നാൽ നമുക്ക് അതൊന്ന് കേൾക്കാം. എന്താണ് അറിയാമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത് കേൾക്കണം നമ്മൾ എന്താണെന്ന്. ഞാൻ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. ആണോ? എന്നാൽ നമ്മളും കൂടെ ഒന്ന് കേൾക്കട്ടെ. അതായത് യക്ഷഗാനം എന്ന് പറഞ്ഞാൽ നമ്മളിത് കാണുമ്പോൾ ദിലീപ് കഥകളി കണ്ടിട്ടുണ്ടോ? കഥകളി. അപ്പൊ അത് കേരളത്തിന്റെ ഒരു തനത് നൃത്തരൂപമാണ് കഥകളി. അപ്പൊ കഥകളിയില് അതില് ഈ കഥകളിക്ക് ആ പദങ്ങൾക്കനുസരിച്ച് ആടുകയാണ് അല്ലെ? ഇവരോട് ചോദിച്ചിട്ട് പറയാണോ അതോ സ്വന്തം അറിവിൽ? ഞാൻ ചോദിച്ചോ? ഇല്ല ചോദിച്ചിട്ടില്ല.
ഞാൻ അങ്ങോട്ട് പറയായിരുന്നു, കഥ പറഞ്ഞു തരാണ്. കഥ പറഞ്ഞു കൊടുക്കായിരുന്നു. റിനു പണ്ട് നാടകമൊക്കെ അഭിനയിച്ചിട്ടില്ലേ? കഥകളിയിൽ സംഭാഷണമില്ല, അതാണ്. കഥകളിയിൽ സംഭാഷണമില്ല, യക്ഷഗാനത്തിൽ സംഭാഷണമുണ്ട്, അതുപോലെ തന്നെ നൃത്തമുണ്ട്, യുദ്ധമുണ്ട്, അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ട് ഇതിൻ്റെ ഒരു വിഷ്വൽ ട്രീറ്റ്മെൻ്റ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് സ്റ്റക്കായി പോയത്. കാരണം നിങ്ങൾ വലിയ ജനപ്രിയ ഇനങ്ങളെന്നൊക്കെ പറഞ്ഞ് എല്ലായിടത്തും പോയി. അപ്പോൾ എനിക്കിതെന്തോ കാണണമെന്ന് തോന്നി. കാരണം ഇത് കാസർഗോഡിൻ്റെ ഒരു അതിർത്തി ഭാഗങ്ങളിലൊക്കെയാണ് നേരത്തെ പ്രചാരത്തിലുണ്ടായത്. പക്ഷേ ഈ കലോത്സവത്തിൽ ഇപ്പോൾ എല്ലാ ജില്ലക്കാരും കളിക്കുക അല്ലേ? എല്ലായിടത്തും ഉണ്ട് അല്ലേ? 14 ജില്ലയിലുണ്ട്. ഈ കർണാടകയുടെ കലാരൂപമാണെന്ന് പറയുന്നതാണോ ശരി, കേരളത്തിന്റെ കലാരൂപമാണെന്ന്? കർണാടകത്തിൻ്റെയും അതുപോലെ തന്നെ കാസർഗോഡിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ നല്ല രീതിയിൽ പ്രചാരത്തിലുണ്ട്. അവിടെയൊക്കെ ഇത് ഒരു തപസ്യയായിട്ടെടുത്ത് വർഷങ്ങളായിട്ട് പഠിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ബയലാട്ടം എന്നുള്ളൊരു പേരുകൂടിയുണ്ട്. കേട്ടിട്ടുണ്ടോ? എന്റെ അറിവ് വെച്ച് ഏകദേശം 400 വർഷത്തെ പഴക്കം ഈ കലാരൂപത്തിനുണ്ടെന്ന്. വർഷങ്ങളുടെ പഴക്കമുണ്ട്. അങ്ങനെ നമ്മൾ കണ്ടിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു കലാരൂപം തന്നെയാണ് യക്ഷഗാനം. കന്നഡ ಗೊತ್ತಿಲ್ಲ എന്ന് ഞാൻ സത്യമായിട്ടും അവിടെ പലരോട് പറഞ്ഞു. എനിക്ക് കന്നഡ അറിയില്ല. രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അവതരിപ്പിച്ച ആളുകൾക്ക് കഥ പൂർണ്ണമായിട്ടും അറിയില്ല. എന്നാൽ ഇത് ഒരു യുദ്ധമാണ് പ്രധാനമായും, ദേവാസുര യുദ്ധം പോലെ. സത്യവും അസത്യവും തമ്മിലുള്ള യുദ്ധം. സത്യം വിജയിക്കും. സത്യം ജയിക്കട്ടെ. സത്യം ജയിക്കട്ടെ. അപ്പോൾ അതാണ് കഥ. വീഡിയോ ജേർണലിസ്റ്റുമാരായ ബെഞ്ചിത് പി ഗോപാലനും വിനേഷ് ഒളവണ്ണയ്ക്കും വിനായകനുമൊപ്പം റിനു ശ്രീധരനും ദിലീപ് ദേവസിക്കുമൊപ്പം സുജയ പാർവതി, റിപ്പോർട്ടർ, തിരുവനന്തപുരം.